നമസ്കാരം. നമസ്തേ. കേരളത്തിലെ വ്യാപാര സ്ഥാപനങ്ങളെല്ലാം നമുക്കറിയാം ഒട്ടുമിക്ക സ്ഥാപനങ്ങളും ഇപ്പോഴും അടഞ്ഞു കിടക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ മുഖ്യധാരാ മാധ്യമങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ രാഷ്ട്രീയക്കാരോ ഇതിന് അത്ര വലിയ പ്രാതിനിധ്യം കൊടുക്കുന്നില്ല എന്നുള്ളത് തന്നെ സത്യാവസ്ഥ. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ബംഗാളിലും അസാമിലൊക്കെ ഇലക്ഷൻ നടക്കുന്നു. ഇവിടുന്ന് ഒരുപാട് ആൾക്കാർ അങ്ങോട്ട് അവരുടെ ജന്മസ്ഥലത്തോട്ട് തിരിച്ചു പോകുന്നു. അത് വലിയ തരത്തിലുള്ള ഷോർട്ടേജ് ഉണ്ടാക്കിയിരുന്നു. എന്നിരുന്നാൽ പോലും ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം അവർക്ക് ജോലിയൊന്നും ഇനി കേരളത്തിൽ കിട്ടില്ല എന്ന് പറയുമ്പോൾ കുറേ ആൾക്കാർ മടങ്ങി വരുന്നത് നമ്മൾ കണ്ടു. ആലുവ ഈ പറഞ്ഞ പോലെ പെരുമ്പാവൂരൊക്കെ വീണ്ടും നല്ല തിരക്ക് വരുന്നു. വാർത്തകളെല്ലാം ആ സമയത്ത് അത് കൊടുത്തായിരുന്നു. അവരെല്ലാം തിരിച്ചെത്തി എന്നുള്ളതും. പക്ഷേ ഇപ്പോഴും പല സ്ഥാപനങ്ങളും ഈ പറഞ്ഞ പോലെ കടകളും അടഞ്ഞു തന്നെ കിടക്കുന്നുണ്ട്. അപ്പം നമ്മളുടെ ഒരു സ്ട്രെങ്ത്ത് ഈ പറഞ്ഞ പോലെ മറ്റ് സംസ്ഥാനത്തെ തൊഴിലാളികളാണോ? നമ്മുടെ ഒരു സാമൂഹിക മാറ്റം ആകെ മാറിക്കൊണ്ടിരിക്കല്ലേ? എന്താണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ? എങ്ങനെയാണ് ഈ കാര്യത്തെ വീക്ഷിക്കുന്നത്? ഞാൻ ഒരു 4 തെക്കൻ ജില്ലകളിൽ നിരന്തരമായിട്ട് യാത്ര ചെയ്യുന്ന ഒരാളാണ്. ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഈ ജില്ലകളിലൂടെ ഞാൻ കടന്നു പോകാറുണ്ട്. ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം. ഈ 4 ജില്ലകളിലും ഈ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞാൻ കാണുന്ന പ്രത്യേകത, ഞാൻ തന്നെ പലപ്പോഴും കയറി ആഹാരം കഴിച്ച ചില ഹോട്ടലുകൾ, അതുപോലെ വൈകിട്ടൊന്ന് നടക്കാൻ പോകുമ്പോൾ ചായ കുടിക്കുന്ന കടകൾ, എന്തിന് ബാർബർ ഷോപ്പുകൾ വരെ പലതും ഒറ്റ ദിവസം കൊണ്ട് പൂട്ടിപ്പോകുന്ന ഒരവസ്ഥയാണ്. അതായത് ഈ ആഴ്ച കഴിഞ്ഞ തവണ നമ്മൾ മുടിവെട്ടാൻ പോയ കട ഈ തവണ ചെല്ലുമ്പോൾ അത് കാണുന്നില്ല. ഇത് തിരുവനന്തപുരം നഗരത്തില് ഞാൻ ഒരു 4 കടകളെങ്കിലും ഇത്തരം, അതായത് ഹോട്ടലുകൾ, ചായ വിൽക്കുന്ന, സ്നാക്സ് ഒക്കെ വിൽക്കുന്ന കടകള്, ബാർബർ ഷോപ്പ്, ഇങ്ങനെ ഉൾപ്പെടെ ഒരു 4 കടകൾ കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ പൂട്ടിപ്പോയത് ഒരു 2 ചതുരശ്ര കിലോമീറ്ററിനുള്ളിൽ ഞാൻ കണ്ടതാണ്. നഗരഹൃദയമാണ്, എന്നാലും ഞാൻ പറയുകയാണ്. ഇത് ഇതേ അവസ്ഥ ഞാൻ ആലപ്പുഴ ജില്ലയിലെ ഗ്രാമങ്ങളിൽ ഞാൻ കണ്ടു. പത്തനംതിട്ട ജില്ലയിലും ഇത് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകളുണ്ട്. പത്തനംതിട്ട, കൊല്ലം ജില്ലകളിൽ പല എൻ്റെ സുഹൃത്തുക്കളും എന്നോട് പറയുന്നത്, വീടുപണി ഉൾപ്പെടെ ഉള്ളതിന് അവര് അന്യസംസ്ഥാന തൊഴിലാളികൾ എന്ന് പറയുന്ന ഈ ബംഗാളികൾ എന്ന് നമ്മൾ വിളിക്കുന്ന ആൾക്കാരെയാണ് ആശ്രയിക്കുന്നത്. അവര് കിട്ടാനില്ലാതായി. അത് കാരണം പല കൺസ്ട്രക്ഷൻ വർക്കുകളും കോൺട്രാക്ടർമാർക്ക് തുടരാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു ബുദ്ധിമുട്ട് അവർ പറയുന്നുണ്ട്. ഇത് എന്താണ് ഇതിന്റെ ഒരു ഒരു കാരണം? എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞു, അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൽ നിന്ന് പോയവര് എന്തായാലും അതിൽ വലിയ കുറവ് വന്നിട്ടുണ്ട് എന്നുള്ളത് ഞാൻ 100% എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇനി ആരും പോയവര് തിരിച്ചു വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വരാനുള്ളവരൊക്കെ വന്നു, ഇടയ്ക്ക് കുറച്ച് പേര് തിരികെ വന്നിരുന്നു. പക്ഷേ അതോടുകൂടി ആ ഒഴുക്ക് നിന്നു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അത് പല കാരണങ്ങളുണ്ടാകാം. പിന്നെ ഒരു നല്ല ശതമാനം ആൾക്കാർ ബംഗ്ലാദേശികളാണോ എന്നുള്ളത് സംശയം ഉണ്ട്. ഇത് ചെറിയ ജോലികൾ പലപ്പോഴും ചെയ്തിരുന്നത് ബംഗ്ലാദേശികളാണ്. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം ഞാൻ പറയുകയാണ്. ഈ ബംഗ്ലാദേശികളുടെ പുറത്താക്കുന്ന ഒരു ഡ്രൈവ് വന്നതിന് ശേഷം ഡൽഹിയിൽ പലയിടത്തും ക്ലീനിങ്ങിന് ആളില്ലാതായി. ഒരു സുപ്രഭാതത്തിൽ വരെ എവിടെ പോയി, ആളെവിടെ പോയി എന്നുള്ള ആർക്കും അറിഞ്ഞൂടാ. പക്ഷെ ആളില്ല. അത് കാരണം പല ഓടകൾ വൃത്തിയാക്കുന്ന ഉൾപ്പെടെയുള്ളത് കോൺട്രാക്ട് എടുത്തിട്ടുള്ള ആൾക്കാർക്ക് വലിയ പ്രതിസന്ധിയുണ്ട്. ഇനി ഈ കേരളത്തിലെ ബംഗാളി എന്ന് പറഞ്ഞ് താമസിക്കുന്നതിൽ ഒരുപാട് ബംഗ്ലാദേശികളുണ്ട്, ഇല്ലെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അവര് തിരിച്ചു പോയിട്ട് വരാത്തതാണോ, അതാണോ പ്രശ്നം? അതോ ഇനി മറ്റെന്തെങ്കിലും ഈ കടകളൊക്കെ അടഞ്ഞു പോകുന്നത് കേരളത്തിൽ ഒരു നമ്മൾ തിരിച്ചറിയാത്ത ഒരു സാമ്പത്തിക മാന്ദ്യം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ടോ? അതും അങ്ങനെ ഒരു ചോദ്യമുണ്ട്. കാരണം പല കടകളിലും കച്ചവടം വളരെ കുറവാണെന്ന് പറയുന്ന ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട് ഇപ്പോഴും. ഈ ബാർബർ ഷോപ്പുകളിൽ ഒരാൾ എന്നോട് പറഞ്ഞു, അയാളുടെ കടയിൽ വന്നിരുന്ന ആൾക്കാര് പല രീതിയിലുള്ള പലതരത്തിലുള്ള പൈസ ചെലവാക്കാൻ തയ്യാറായിരുന്നു നേരത്തെ. ഇപ്പൊ ആൾക്കാര് കടയിൽ വന്ന് ഷേവ് ചെയ്തിരുന്ന ആൾക്കാർ സ്വയം ഷേവ് ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ സാധാരണ ഒരു ഓർഡിനറി കട്ട് മതി എന്ന് പറയാൻ തുടങ്ങി. പണത്തിന്റെ ലഭ്യതയിൽ, പണത്തിന്റെ ഒഴുക്കിൽ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ, അതും നമ്മൾ സംശയിക്കണം. അതായത് മൊത്തത്തിൽ നമ്മൾ അറിയാതെ ഒരുപക്ഷെ സാമ്പത്തിക വിദഗ്ധരോ സർക്കാരോ കാര്യങ്ങളൊക്കെ വഷളാവുമ്പോഴായിരിക്കും ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇത് അറിയുന്നത്. പക്ഷേ എവിടെയോ കച്ചവടത്തിന് ടേൺ ഓവറിലൊക്കെ മാന്ദ്യം വന്നിട്ടുണ്ടോ എന്നുള്ളത് അതൊരു ചോദ്യമാണ്. പിന്നെ ഇനി മറ്റൊരു വിഷയം, ഞാൻ എന്നോട് ഈ ഡെലിവറി മറ്റേ ഇതുണ്ടല്ലോ, ആമസോൺ പോലുള്ള കമ്പനികൾ, ഫ്ലിപ്കാർട്ട്, അവരൊക്കെ പറയുന്നത് അവരുടെ ബിസിനസ് കൂടിയിട്ടുണ്ടെന്ന് എന്നോട് ചിലർ പറഞ്ഞു. ഒരുപക്ഷെ ആൾക്കാർ, ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറയുകയാണ്. എൻ്റെ ഗ്രാമത്തിലെ ഒരു ആമസോൺ ഡെലിവറി നടത്തുന്ന ഒരു കക്ഷി എന്നോട് പറഞ്ഞു, അയാള് ഒരാഴ്ചയിലെ 100 മൊബൈൽ ഫോണുകൾ, സ്മാർട്ട് ഫോണുകൾ അയാൾ ഡെലിവറി ചെയ്തു ഒരാഴ്ച കൊണ്ട്.
അയാള് ഭയങ്കര അതിശയോക്തിപരമായ കണക്കൊക്കെ പറയുന്നുണ്ട്. ചില ദിവസങ്ങളിൽ 50 ഫോൺ വരെ ഡെലിവറി ചെയ്ത് അതിന്റെ തൊട്ട് മുമ്പത്തെ ആഴ്ച അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാനത് തൽക്കാലം വിശ്വസിക്കുന്നില്ല. ഒരു ഇച്ചിരി അതിശയോക്തി പറയാനുള്ള ഒരു പ്രവണത പല ആൾക്കാർക്കും ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും ആ, ആൾക്കാരുടെ ഷോപ്പിംഗ് സ്റ്റൈല് മാറിയതാണോ എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട്. അങ്ങനെ ആവാമല്ലോ, കാരണം വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങാതെ തന്നെ സാധനങ്ങൾ വാങ്ങിക്കുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ വ്യാപാര മേഖല തകരും. ചെറുകിട വ്യാപാരം എന്ന് പറയുന്നത് വലിയ തകർച്ചയെ നേരിടും. അപ്പോൾ എന്തൊക്കെയോ മാറ്റങ്ങൾ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. സമൂഹത്തിൽ ആൾക്കാരുടെ പ്രിഫറൻസിൽ ഒരുപാട് മാറ്റങ്ങൾ നടക്കുന്നുണ്ട്. ഇത് സാമ്പത്തിക വിദഗ്ധരും സർക്കാരും ഒന്നും ശ്രദ്ധിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പിന്നെ കേരളത്തിൽ ഇപ്പൊ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് നിരന്തരം പലയിടത്തും സംഘർഷമാണ്. ഈ പരമ്പരാഗത ടാക്സി ഓട്ടോറിക്ഷക്കാരും യൂബർ ഡ്രൈവർമാരും ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ തമ്മിൽ വലിയ സംഘർഷമാണ്. അപ്പോ അതൊരു സാമൂഹിക മാറ്റം കേരളത്തിൽ മാറി ചിന്തിക്കുന്ന പല കാര്യങ്ങളിലും പല പ്രവണതകളിലും മാറി ചിന്തിക്കുന്നത് ഉണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട്. ഒരു നിശബ്ദമായ ഒരു മാറ്റം കച്ചവട മേഖലയിലാവട്ടെ, ഭക്ഷണ ഹോട്ടൽ ഉൾപ്പെടെയുള്ള കച്ചവട മേഖലയിലാവട്ടെ നടക്കുന്നുണ്ട്. ഈ കേരളത്തിലെ ഒരു അപകടം എന്ന് പറയുന്നത് ഈ ഇങ്ങനെ മാറ്റം വരുമ്പോഴുള്ള ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് കേരളത്തിലെ ചെറുകിട കച്ചവടക്കാരുടെ വയറ്റത്തടിക്കും. കാരണം അവർക്ക് അവരിൽ ആൾക്കാർക്ക് താല്പര്യമില്ലാതാവും. വീട്ടിൽ കൊണ്ട് ഡെലിവറി ചെയ്യാൻ ഒരാൾ തയ്യാറാവുന്നെങ്കിൽ പിന്നെ അത് മതി എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ആൾക്കാർ മാറുന്നുണ്ടാവാം. അത് കുറച്ചുകൂടെ സൗകര്യമാകും. ഗ്രാമങ്ങളിൽ പോലും ഇന്ന് ആമസോണിന്റെയും ഫ്ലിപ്കാർട്ടിന്റെയും ഒക്കെ നെറ്റ്വർക്കുകൾ എല്ലാ ഗ്രാമങ്ങളിലും ഉണ്ട്. ഇപ്പൊ ഫവസിന് വടക്കൻ കേരളത്തിലെ കാര്യം അറിയാമല്ലോ. ഇപ്പൊ ഏത് ഗ്രാമത്തിലാണ് നിങ്ങളുടെ വീട്ടിൽ ഇരുന്ന് ഓർഡർ ചെയ്താലും കിട്ടില്ലേ? കിട്ടും. ഒരു സൊമാറ്റോ ഒക്കെ 5 വർഷം മുമ്പ് സൊമാറ്റോ ഈ പറഞ്ഞ സ്വിഗ്ഗി ഒക്കെ എല്ലാ കുഗ്രാമത്തിലും വരെ എത്തി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ കുഗ്രാമത്തിലും ഉണ്ട്. അപ്പോ അത് ഒരു വ്യത്യസ്തതയിലേക്ക് പോവുകയാണ്. ഹോട്ടലുകളുടെ കാര്യത്തിൽ അത് ഇപ്പോഴും ഹോട്ടലിൽ നിന്ന് തന്നെ അവർക്ക് ഭക്ഷണം എടുക്കണമായിരിക്കാം. പക്ഷേ മറ്റ് കൺസ്യൂമർ ഐറ്റത്തിന്റെ കാര്യത്തിൽ നേരിട്ട് കമ്പനിയിൽ തന്നെയാണ്. അത് ഒരു കടയിൽ നിന്നല്ല, ഒരു റീറ്റെയിൽ സ്റ്റോറിൽ നിന്നല്ല അത് വരുന്നത്. പിന്നെ കേരളത്തിൽ ഉടനീളം ഈ സിംഗിൾ ഷോപ്പ് നടത്തുന്നവരുടെ എണ്ണം അവർക്ക് ഇനി നിലനിൽക്കാൻ പറ്റൂ? എനിക്ക് തോന്നുന്ന സംശയമാണ്. കാരണം ചെയിനുകൾ വരിക. ചില കടകൾ ഇപ്പം സൂപ്പർ മാർക്കറ്റുകൾ എടുത്താലും ചെറിയ സൂപ്പർ മാർക്കറ്റുകൾ തന്നെ ഒരു 10 എണ്ണം നടത്തുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ 15 എണ്ണം നടത്തുന്നവർ. പ്രത്യേകിച്ച് ഈ മൊബൈല് അതുപോലുള്ള ഇലക്ട്രോണിക് ആക്സസറീസ് അത് ഇന്ന് സിംഗിൾ ഷോപ്പായിട്ട് വിൽക്കുന്നവർക്ക് അധികം നാൾ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന്റെ ചെയിനുകളാണ്, മലയാളികൾ തന്നെയുള്ളതായിരിക്കാം. പക്ഷെ ഈ ചെറുകിടക്കാരൻ എന്നുള്ള സങ്കല്പം പതുക്കെ അങ്ങില്ലാതാവും. ചെറുകിടക്കാരന് ഇനി വരുന്ന കാലങ്ങളിൽ നിലനിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾ ആശുപത്രികളുടെ കാര്യം എടുക്കുക. ആശുപത്രികളുടെ കാര്യം എടുത്താൽ കേരളത്തിലെ ആശുപത്രികളെല്ലാം തന്നെ, കേരളത്തിലെ വലിയ ആശുപത്രികൾ എന്ന് പറയുന്ന ആസ്റ്ററോ അല്ലെങ്കിൽ കൊച്ചിയിലെ ലേക്ക് ഷോറോ അതൊക്കെ തന്നെ വലിയ US UK ഇൻവെസ്റ്റ്മെന്റ് കമ്പനികളുടേതായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് പലതും. അത് പലരും തിരിച്ചറിയുന്നില്ല. ഇപ്പൊ തിരുവനന്തപുരത്തൊക്കെ കിംസ് എന്നൊരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. അത് ഉണ്ട്. അതുപോലെ ഉള്ള വലിയ ഹോസ്പിറ്റലുകൾ SUT ഇവിടെയൊക്കെ തന്നെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ബ്ലാക്ക് സ്റ്റോൺ, ബ്ലാക്ക് റോക്കിന്റെ ഒക്കെ വലിയ ഇൻവെസ്റ്റ്മെന്റുകൾ വന്നു കഴിഞ്ഞു. അപ്പോ ഉടമസ്ഥതയുടെ പാറ്റേണിൽ വലിയ വ്യത്യാസം. ഇതൊന്നും ശരിയോ തെറ്റോ എന്നൊന്നും ഞാൻ ഈ വിദേശ നിക്ഷേപത്തിനെതിരോ അല്ലെങ്കിൽ മുതലാളിത്തത്തിനെതിരായിട്ടുള്ള ആളല്ല. പക്ഷെ അതേസമയം സാധാരണക്കാർക്ക് നിലനിൽക്കണം എന്ന് കരുതുന്ന ഒരാളുമാണ്. പക്ഷെ ഈ മാറ്റങ്ങൾ എനിക്കൊരു വലിയ കൗതുകമായിട്ടാണ് തോന്നുന്നത്. ഈ മാറ്റങ്ങൾ എന്തുകൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പഠിക്കുന്നില്ല എന്നത് എനിക്ക് പലപ്പോഴും അതിശയമാണ്. ഞാന് 2005 കേരളത്തിലെ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഈ വരവ്, വടക്കേ ഇന്ത്യൻ തൊഴിലാളികളുടെ വരവ്, കോൺഗ്രസ് ആലപ്പുഴ MP ആയിരുന്ന VM സുധീറിനോട് ഞാൻ സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ മറുപടി, അത് സംഘപരിവാറിന്റെ ഒരു പ്രചരണമാണ്, അതൊക്കെ ചുമ്മാ, അങ്ങനൊന്നും ആരും വരുന്നില്ല എന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോ എനിക്ക് തോന്നുന്നു അവിടെ ഞാൻ പറയുമ്പോൾ തന്നെ അദ്ദേഹം ഒരു കൺക്ലൂഷനിലേക്ക് ഹി ജംപ് ഇൻ ടു സം കൺക്ലൂഷൻസ്. അതായത് ബംഗാളി വരുന്നു എന്ന് ഞാൻ പറയുമ്പം അത് മുർഷിദാബാദിൽ നിന്നും മാൽഡയിൽ നിന്നും വരുന്ന മുസ്ലിങ്ങളാണ്, ആ മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഒരു പ്രചരണമാണ് എന്നുള്ള രീതിയിലാണ് അത് പെട്ടെന്ന് അങ്ങനെ അങ്ങ് വ്യാഖ്യാനിക്കും. അപ്പൊ അന്യസംസ്ഥാന തൊഴിലാളി വരുന്നു എന്ന് എന്നോട് സമ്മതിച്ചാൽ ആ വരുന്നവരുടെ മതം ഏതാണെന്ന് ഞാൻ പിന്നെ ചോദിക്കും. അങ്ങനെയാണെങ്കിൽ അവരുടെ നാഷണാലിറ്റി പിന്നെ ചോദിക്കും. അപ്പൊ അത് വലിയ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. തൽക്കാലം അതിലേക്കൊന്നും നമുക്ക് തലയിടണ്ട എന്നുള്ള അർത്ഥത്തിലാവാം അത് കേരളത്തിലെ മൊത്തം രാഷ്ട്രീയക്കാർക്കും
അങ്ങനെ ഒരു പേടിയുണ്ട്. ഈ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിലുള്ള മാറ്റങ്ങളെയും പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിന്റെ ജാതീയവും മതപരവുമായിട്ടുള്ള അതിന്റെ ഒരു ഡയമെൻഷനെ കുറിച്ചായിരിക്കും അവർ ആദ്യം ചിന്തിക്കുന്നത്. അപ്പം ഈ ജാതി മത ഡയമെൻഷനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ, ഇപ്പൊ ഉദാഹരണത്തിന് ചെറുകിട കച്ചവടക്കാരൻ ഇല്ലാതാവുന്നു എന്ന് ഞാൻ ഒരാളോട് പറഞ്ഞാൽ ആള് വേണമെങ്കിൽ പെട്ടെന്ന് ചിന്തിക്കാം ഞാൻ ലുലു മാളിനെതിരെ സംസാരിക്കുകയാണ്. ഞാൻ എന്താണ് സംസാരിക്കുന്നത് എന്നുള്ളത് ആളിൻ്റെതായ രീതിയിൽ വ്യാഖ്യാനിക്കുന്ന ആവാം, അല്ലെങ്കിൽ എൻ്റെ വ്യക്തിത്വത്തിന്റെ പ്രത്യേകത, എൻ്റെ സംസാരത്തിന്റെ പ്രത്യേകതയുമാകാം, എൻ്റെ കമ്മ്യൂണിക്കേഷന്റെ തകരാറാവാം. അല്ലെങ്കിൽ ആദ്യമേ തന്നെ ഞാൻ ചില കാര്യങ്ങൾ ഡിക്ലെയർ ചെയ്യണം, ഞാൻ ഇങ്ങനെയുള്ള വ്യക്തികളെ അല്ല ഞാൻ ടാർഗറ്റ് ചെയ്യും. പക്ഷെ ദൗർഭാഗ്യവശാല് എന്തിനെ ഏതിനെ സംശയിക്കുകയും എന്തിലും ഏതിലും പൊളിറ്റിക്കലി കറക്റ്റ് ആവാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ വല്ലാത്ത ഒരു ഇതാണ്, കണ്ണടച്ചിരുട്ടാക്കാനാണ് പലപ്പോഴും, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ മിണ്ടാതിരിക്കാം തൽക്കാലം. പക്ഷെ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം 2017 ശ്രീ വി എം സുധീരൻ എന്നെ ഒരു സാഹചര്യത്തിൽ കാണുമ്പോൾ അദ്ദേഹം, ഞാൻ തന്നെ അതിശയിച്ചു. 2005 ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞ ഈ കാര്യം അദ്ദേഹം എന്നോട് പറഞ്ഞു. ഹരി മാത്രമാണ് എന്നോട് ഇങ്ങനൊരു വിഷയം പറഞ്ഞിരുന്നത്. അന്ന് ഞാനത് തള്ളിക്കളഞ്ഞു. പക്ഷെ പിന്നീട് ഞാൻ നാളുകളായിട്ട് എൻ്റെ മനസ്സിലായ ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞത് ശരിയായിരുന്നു. കേരളത്തിൽ ഇത്രയധികം അന്യസംസ്ഥാന തൊഴിലാളി വരുമെന്ന് ഞാനും ചിന്തിച്ചിരുന്നില്ല, രാഷ്ട്രീയ പാർട്ടികൾ ആരും തന്നെ ചിന്തിച്ചിരുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ ഇനിയിപ്പോ ചിന്തിച്ചുകൊണ്ട് കാര്യമില്ല. അതുപോലെ തന്നെ ഫിസിക്കൽ ലേബർ ചെയ്യുന്ന മലയാളികളുടെ എണ്ണം വളരെ കുറഞ്ഞു, വളരെ കുറഞ്ഞതാണ് ഞാൻ കാണുന്നത്. ഒരുപക്ഷെ വയനാട്ടിലോ ഇടുക്കി ജില്ലയിലോ, വയനാട് അല്ലെ കാസർഗോഡ് ജില്ല, ഇടുക്കി ജില്ല, തിരുവനന്തപുരം ജില്ലയുടെ കിഴക്കൻ ഭാഗങ്ങള്, കൊല്ലം ജില്ലയുടെ കിഴക്കൻ ഭാഗങ്ങള്, അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഒഴിച്ചാല് ഈ കൂലിവേല എന്ന് നമ്മൾ പറയുന്ന, അതായത് ശാരീരിക അധ്വാനം ആവശ്യമുള്ള, എല്ലാ ദിവസവും ജോലി ചെയ്ത് വൈകിട്ട് കാശ് കിട്ടുന്ന ആ ഒരു തരം കഠിനാധ്വാനം അത് ചെയ്യുന്ന മലയാളികൾ ഇല്ലാതായെന്ന് എനിക്ക് തോന്നുന്നു. ഈ തലമുറയിൽ വളരെ കുറച്ച് പേരെ അത്തരം ജോലി ചെയ്യുന്നുള്ളൂ. ഈ ജൻസി എന്ന് പറയുന്ന മലയാളികളിലെ സ്വന്തം അച്ഛനും അമ്മയും ഈ പറയുന്ന രീതിയിലൊക്കെ ശാരീരിക അധ്വാനം ചെയ്യുന്നവരാണെങ്കിലും മക്കൾ അത് ചെയ്യില്ല. അത് അവർ ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്, ആർക്കും അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞ ഒരു ട്രെൻഡ് മാറിയിരിക്കുകയാണ്. ഇപ്പൊ ഞാന് വളരെ കൗതുകരമായ ഒരു കാഴ്ച കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് വെച്ച് ഞാൻ കണ്ടു. നഗരത്ത് മധ്യത്തിലെ ഒരു തടി ഷോപ്പ് ഇതുണ്ട്, മില്ലുണ്ട്. അവര് വലിയ രീതിയിൽ തടിയുടെ വ്യാപാരം നടത്തുന്നവര്. അപ്പൊ അവിടെ ഈ ബംഗാളി തൊഴിലാളികളുണ്ട്, കുറച്ച് നാട്ടുകാരായ ചുമട്ടുതൊഴിലാളികൾ ഇപ്പോഴും ഉണ്ട്. അവർ കുറച്ച് പ്രായമുള്ളവരാണ്. അപ്പൊ ഈ നാട്ടുകാരായ ആൾക്കാര് 2 പേര് ചേർന്നിട്ടാണ് ഒരു തെങ്ങിന്റെ ഒരു കഷ്ണം എടുത്ത് ലോറിയിലേക്ക് അപ്ലോഡ് ചെയ്യും. രണ്ട് ആൾക്കാർ രണ്ടറ്റത്തും പിടിച്ചിട്ട്. നേരെ മറിച്ച് ബംഗാളി തൊഴിലാളികൾ, ഈ ബംഗാളി എന്ന് നമ്മൾ പറയുന്ന ഒരുപക്ഷെ ബീഹാർ, ജാർഖണ്ഡ്, ഒഡീഷ, ബംഗാൾ, ഇവിടെ നിന്നൊക്കെ വരുന്ന, ആസാം, ഇവിടെ നിന്നൊക്കെ വരുന്നവർ എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഈ തൊഴിലാളികൾ, ഒരാള് ഇവര് രണ്ട് മലയാളികൾ ചുമക്കുന്ന അത്രയും വലിയൊരു തടി ഒറ്റയ്ക്ക് തോളിലിട്ടിട്ട് അവരിങ്ങനെ കൊണ്ട് ലോറിയിലോട്ട് ഒറ്റ തള്ളാണ്, ഇങ്ങനെ തോള് വെച്ചിട്ട്. അപ്പൊ അവര് വളരെ നിസ്സാരമായിട്ടാണ് ഇത് കൈകാര്യം ചെയ്തത്. ഒരുപക്ഷെ നമ്മളെക്കാൾ കാഴ്ചയിൽ ശാരീരികമായിട്ട് നമ്മുടെ അത്രയും പൊക്കം വേണോ ഇല്ല അവർക്ക്, പക്ഷേ ശാരീരിക അധ്വാനം അവർക്ക് പറ്റുന്നുണ്ട്. മലയാളിക്ക് ശാരീരിക അധ്വാനം പറ്റുന്നില്ല. ഈ ഗൾഫിലൊക്കെ ജോലി ചെയ്തവർക്ക് അറിയാം, ഈ പാകിസ്ഥാനികള് ഒരു ഫ്രിഡ്ജ് ഒരു പാകിസ്ഥാനി കൊണ്ടുവരുന്ന അവരുടെ ചുമലിൽ ഇട്ടിട്ട് ഇങ്ങനെ തോളിലിട്ട് സ്റ്റെപ്പ് കയറി അവർ നടന്നു വരും. ഒരു 5 നില കെട്ടിടത്തിലൊക്കെ പല പാകിസ്ഥാനികളും ബലൂച്ചികളെന്ന് നമ്മൾ അവിടെ പറയുന്ന ബലൂചിസ്ഥാൻകാരായിട്ടുള്ളവര്, അവര് ഒരു ഫ്രിഡ്ജ് ഒരാളുടെ പുറത്ത് കെട്ടി, അവര് സാമാന്യം വലിയൊരു ഫ്രിഡ്ജ്, ഒരു ഇടത്തരം ഫ്രിഡ്ജാണ് ഞാൻ പറയുന്നത്, ഏറ്റവും ചെറുതല്ല. നമ്മൾ അതിശയിക്കും. അങ്ങനെ ഉള്ള ആരോഗ്യമുള്ള മലയാളികളുണ്ട്. ഏതൊരു സിനിമയില് ശ്രീനിവാസന്റെ തലയില് പിന്നെ ചുമട് വെച്ച് കൊടുക്കുമ്പോൾ ശ്രീനിവാസന് അത് പറ്റില്ല എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ ഗൾഫിൽ പോയിട്ട്. അത് സിനിമയാണെന്നുള്ളത് ഞാൻ മറന്നുപോയി. ഒരു പാകിസ്ഥാനിയാണ് തലയിലെടുത്ത് വെച്ചു കൊടുക്കുന്നത്. അപ്പൊ ഈ ശാരീരിക അധ്വാനത്തിനുള്ള ശേഷി നമുക്ക് നഷ്ടപ്പെട്ടു, ശാരീരിക അധ്വാനത്തിനുള്ള വില്ലിങ്നെസ് നഷ്ടപ്പെട്ടു. അപ്പോൾ ഈ 2 കാര്യങ്ങളും നമുക്ക് അന്യസംസ്ഥാന തൊഴിലാളി ഇല്ലാതെ പറ്റില്ല. അങ്ങനെ ഒരു സമൂഹം എങ്ങനെയാണ് വരും ദിവസങ്ങളിൽ നിലനിൽക്കുന്നത്? ഇത് ഞാൻ പറഞ്ഞത് ചിന്തിക്കേണ്ടത് ഇതിന്റെ സാമ്പത്തിക വശം, ഇതിന്റെ സാമൂഹിക വശം, നാളെ ഈ സംസ്ഥാനം എങ്ങനെ നിലനിൽക്കും? അന്യസംസ്ഥാന തൊഴിലാളി, ആസാമും ബംഗാളും ഒക്കെ വലിയ ഇൻവെസ്റ്റ്മെന്റ് വരികയാണ്. ബംഗാളിൽ കൽക്കട്ടയിൽ തന്നെ അടുത്ത എയർപോർട്ട് പണിയാൻ തുടങ്ങുകയാണ്. പിന്നെ സ്വാഭാവികമായിട്ടും
ആ അവസരങ്ങൾ അവിടെ ഉണ്ടാകുമ്പോൾ എങ്ങനെയായിരിക്കും അവര് ഇനി കേരളത്തിലേക്ക് വരുമോ? തമിഴന്മാരുടെ ഒഴുക്ക് വലിയതായിട്ട് കുറഞ്ഞു. അതുപോലെ ആ അവസ്ഥ ആയിരിക്കുമോ ഇനി വരും ദിവസങ്ങളിൽ കേരളത്തില്? എന്തായാലും ശരി, കേരളത്തിന്റെ സാമൂഹിക അതുപോലെ സാമ്പത്തിക ഘടന പഠിക്കുകയും മാറ്റങ്ങളെ മുൻകൂട്ടി കണ്ട് തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യാൻ സർക്കാരിന് കഴിയട്ടെ എന്ന് ഞാൻ ആശിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായിട്ട് വീണ്ടും നമുക്ക് വരും ദിവസങ്ങളിൽ പ്രേക്ഷകരെ സമീപിക്കാം. ഒരിക്കൽ കൂടി നമസ്കാരം.